ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ളോഗ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. ഹാപ്പി വിമൻസ് ഡേ. അപ്പോൾ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അവതരിപ്പിക്കുന്ന വിമൻസ് ഡേ പ്രോഗ്രാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രോഗ്രാം കാണാം. ഭദ്രദീപം തെളിയിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വിശിഷ്ടാതിഥിയോടും മറ്റ് അതിഥികളോടും ആതിഥേയരോടും അഭ്യർത്ഥിക്കുന്നു. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെയാണ് മലയാള സിനിമ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുമ്പോഴും 1989 ഇറങ്ങിയ ഉത്തരം എന്ന ചിത്രം ഇന്നും പ്രേക്ഷകർക്ക് അതിശയമാണ്. അതിൽ മമ്മൂട്ടിയുടെ ബാലചന്ദ്രനൊപ്പം ഒടുക്കം വരെ ക്ലൈമാക്സ് വരെ പിടിച്ചു നിന്ന ശ്യാമളയെ ആർക്കും മറക്കാനാവില്ല. അതേ വർഷം തന്നെയായിരുന്നു സ്വാഗതം എന്ന ചിത്രവും. ടിറ്റോയെ നഷ്ടപ്പെട്ട ശേഷം മാനസിക നില തെറ്റിയ വേണിയെ ഓർത്ത് ഇന്നും ആ ചിത്രത്തിന്റെ ക്ലിപ്പുകൾ കാണുമ്പോൾ സങ്കടപ്പെടാത്തവരില്ല. അന്ന് നായികമാർ തമ്മിൽ പരിഭവമോ സ്ഥാനമാന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതിന്റെ എത്ര ഉദാഹരണങ്ങൾ. വടക്ക് നോക്കി യന്ത്രം, കുണുക്കിട്ട കോഴി, കുറുപ്പിന്റെ കണക്ക് പുസ്തകം, അങ്ങനെ. അതുപോലെ പൊന്മുട്ടയിടുന്ന താറാവിലെ അവസാനം ഒരു ക്യാമിയോ റോളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ആ ചിത്രത്തിൽ മുഴുവനും കേൾക്കുന്ന പേരാണ് ഹാജിയാറുടെ ബീവി. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മറക്കാനാവാത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചത് കൊണ്ടായിരിക്കാം 30 വർഷങ്ങൾക്കടുത്തായി കുടുംബജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന ശ്രീമതി പാർവതിയോട് ഇനിയും തിരിച്ചു വന്നുകൂടെ എന്ന് ആരാധകർ ചോദിക്കുന്നത്. കാരണം ചെയ്തു വെച്ചതിന്റെ ഭംഗിയും മാധുര്യവും അത്രയുണ്ട് ഓരോ മലയാളിക്കും ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാൻ. ഒരുപാട് സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു ശ്രീമതി പാർവതി ജയറാമിനെ. ഇന്ന് ഈ വേദിയിലേക്ക് ശ്രീമതി പാർവതിയെ ആദരിക്കാൻ പൊന്നാട അണിയിക്കാനായി ശ്രീമതി ലിജിഷ പ്രവീണിനോടും മൊമെന്റോ നൽകാനായി ശ്രീ VC പ്രവീൺ അവർകളോടും അഭ്യർത്ഥിക്കുന്നു. ഭാര്യയും ഭർത്താവും ചേർന്നാണ് ശ്രീമതി പാർവതി ജയറാമിനെ ആദരിക്കുന്നത്. നാം ഏവരും കാത്തിരിക്കുന്ന ആ വാക്കുകളിലേക്ക്, ശ്രീമതി പാർവതി ജയറാമിന്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കാരണം ഞാനും അറിഞ്ഞിരിക്കുന്നുണ്ട് ഡയറക്ടേഴ്സ് എടുക്കാമെന്നുള്ളത്. ഇന്ന് ഇവിടെ ഈ ഒരു ഫംഗ്ഷനെല്ലാം വിളിച്ചപ്പം ഞാൻ ആ സ്റ്റേഷനിൽ വിചാരിച്ചത് ഒരു സാധാരണ ഒരു ഫംഗ്ഷനായിരിക്കും നല്ലതാണ്. പക്ഷെ ഞാൻ അവിടേക്ക് കയറിക്കഴിഞ്ഞപ്പം ഇവിടുത്തെ ഡാൻസ് പെർഫോമൻസ് അത് ശരിക്കും മരുന്നുണ്ടായിരുന്നു. അവർക്ക് ആ ചെയ്ത ആൾക്കാരും അവരുടെ കുറേ നാളത്തെ എഫേർട്ട് അത് കാണുന്നുണ്ട്. ഏത് തെറ്റ് പോലും വരാതെ ഭയങ്കര നല്ല കോമ്പിനേഷനില് നല്ല ഹൈ എനർജി ലെവലില് സത്യം പറഞ്ഞ കൂടെ ചെയ്യാൻ എനിക്ക് ആഗ്രഹം തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ അവാർഡീസ് അതിന്റെ ഒരു മാനദണ്ഡം എന്താണെന്നുള്ളതാണ്. അതിൽ ഒരാളുടെ കാര്യം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം.
രശ്മിയിലാണ്. രശ്മിയിൽ നിന്നാണ് ഒരു ഗുരുവിന്റെ ശിഷ്യരാണ്. രശ്മി എനിക്ക് ഒരു ചെറിയ അനിയത്തിയെ പോലെയാണ്. അപ്പൊ രശ്മി എത്രമാത്രം ഈ ആർട്ട് ഫോമിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷനും രശ്മിയുടെ ഹാർഡ് വർക്കും പിന്നെ ഇങ്ങനൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് അതിന്റെ പുറകിൽ പൊളിറ്റിക്സ് ഉണ്ട്. അതെല്ലാം സർവൈവ് ചെയ്ത് ഒരുപാട് നല്ല നിലയിലെത്തി. മുഴുവൻ രശ്മിയുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്നാണ് എനിക്ക് മനസ്സിലായി. രശ്മിക്ക് ഇനിയും ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ. അതേപോലെ ഈക്വലി ഒരുപാട് അച്ചീവ് ചെയ്തവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തവരുമായിരിക്കും ഇവിടെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. കൂടെ അതുപോലെ എല്ലാ എൻ്റെ സഹോദരിമാർക്കും ഒരു നല്ല നാള് നല്ല ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. പ്രൊഫഷണൽ ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും സന്തോഷവും സക്സസും എന്നും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.